പല അനുഗ്രഹങ്ങളും ഈ കർത്തമേശയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരെണ്ണം ഇന്ന് ദൈവമക്കളോടൊന്ന് ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുക. അതിനുശേഷം ഇന്ന് കർത്തമേശ എടുക്കുമ്പോൾ ആ ബ്ലെസ്സിങ് നമ്മൾ പ്രാപിച്ചു വേണമെന്ന് കടന്നു പോകാൻ. നിശ്ചയമായി ആ ഒരു അനുഗ്രഹം പ്രാപിച്ചു വേണമെന്ന് കടന്നു പോകാൻ. വായിക്കാം സങ്കീർത്തനം 45 സങ്കീർത്തനം 6-7 വാക്യം. Psalms 45 verse 6 and 7. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിചയമുള്ള വാക്യമാണിത്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ദൈവമേ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. ആരാണ് ദൈവത്തെ വിളിക്കുന്നത്? ഏത് ദൈവത്തെ വേണം വിളിക്കുന്നത്? ഇത് രണ്ട് ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ നിന്നും ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും, അത് ശലോമോനെ രാജാവായി വായിക്കാൻ പോകുന്ന സമയത്തുണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ ശലോമോന്റെ വിവാഹ സംബന്ധമായിട്ട് ബന്ധത്തിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഴയ കഥകളൊക്കെ പറയും. അത് നമ്മളുണ്ടാക്കുന്ന വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനങ്ങളൊന്നും ശരിയായെന്ന് വരില്ല. എന്നാൽ ശരിയായ വ്യാഖ്യാനം കിട്ടണമെങ്കിൽ അപ്പോസ്തലന്മാർ വ്യാഖ്യാനിച്ചത് എന്താണെന്ന് നോക്കണം. അപ്പോസ്തലന്മാരാണ് അതിനെ വ്യാഖ്യാനിച്ചു തരും. ആ വ്യാഖ്യാനിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 1. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളത്. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. മതി, കിട്ടി. ആരോടെ പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലായി. ശലോമോന്റെ പ്രാർത്ഥനയും ദാവീദിന്റെ പ്രാർത്ഥനയും ഒന്നും അല്ല. അപ്പോസ്തലൻ അത് വ്യാഖ്യാനിച്ച് പറഞ്ഞു, പുത്രനോടോ. അപ്പോ ഇത് പറയുന്നത് പുത്രനോടാണ് പറയുന്നത്. പുത്രനെയാണ് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ആരാണ് അഭിഷേകം ചെയ്യുന്നത്? പിതാവായ ദൈവം. ഉത്തരം കിട്ടി. പിതാവായ ദൈവം പുത്രനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഇതാണ് അതിന്റെ ശരിയായ വ്യാഖ്യാനം. വേറെ വ്യാഖ്യാനത്തിനൊന്നും പോകണ്ട. അപ്പോസ്തല വ്യാഖ്യാനം ഇതാണ്: പിതാവായ ദൈവം പുത്രനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കും, എന്തിനാ യേശുവിന് ആനന്ദ തൈലത്തിന്റെ അഭിഷേകം കൊടുത്തേ? ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു? കർത്താവിന് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ലേ? കർത്താവ് വ്യസനിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാം, എന്തിനാണ് ഈ ആനന്ദ തൈലം കൊടുക്കുന്നത്? അതൊരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ആനന്ദ തൈലത്തിന്റെ അഭിഷേകം? അത് നമുക്കറിയാം. യെശയ്യാ പ്രവചന പുസ്തകം 61-ാമത്തെ വാക്യം വായിക്കാം. ഐസയ്യാ ചാപ്റ്റർ 61 verse 3. എന്തിനാണ്? ദുഃഖിതന്മാർക്ക് വെള്ളിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും. അപ്പൊ ദുഃഖത്തിന് പകരമാണ് ആനന്ദ തൈലം. എന്തിനാ ഈ ആനന്ദ തൈലം കൊടുക്കുന്നത്? ദുഃഖത്തിന് പകരം. ആർക്കെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് ആനന്ദ തൈലം കൊടുക്കുന്നത്. അപ്പൊ കർത്താവിന് എന്തിനാ ഈ ആനന്ദ തൈലം കൊടുക്കാൻ പോയേ? കർത്താവ് ദുഃഖിച്ചിരിക്കുകയായിരുന്നു. കർത്താവിന്റെ ദുഃഖം എന്തായിരുന്നു? അത് മനസ്സിലാക്കിക്കൊണ്ട് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ ആനന്ദ തൈലത്തിന്റെ ഒരു അഭിഷേകം കൊടുത്തു. എന്തിനാ ദൈവമേ യേശുവിന് ഈ ആനന്ദ തൈലം കൊടുത്തത്? അവൻ ദുഃഖിച്ചത് എവിടെയാണ്? എങ്ങനെയാണ് ദുഃഖിച്ചത്? അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം. അധികം വിശദീകരണം കൂടാതെ വാക്യങ്ങളിലൂടെ തന്നെ പറഞ്ഞു പോകാനാണ് പറ്റുന്നത്. യെശയ്യാ പ്രവചനം 53-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 53-ാമത്തെ വാക്യം. മതി, അവിടെ നിൽക്കട്ടെ, നിന്നിട്ട് പോവാം. അവൻ മനുഷ്യരാൽ എന്തിനാ ഈ ആനന്ദ തൈലം കൊടുത്തതെന്ന് മനസ്സിലായോ? മനുഷ്യരാലുള്ള നിന്ന. ഒന്ന്, മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടു. അടുത്തത് ത്യജിക്കപ്പെട്ടു. അല്ലേ? വായിച്ചേ. ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചില്ല. പ്രശ്നം മനസ്സിലായോ? കാൽവരി ക്രൂശിൽ കിടക്കുന്ന യേശു പുത്രൻ, അവന് ഇപ്പൊ വന്നിരിക്കുന്ന വിഷയം വന്നിരിക്കുക, ദുഃഖം വന്നിരിക്കുക. എന്താ, എങ്ങനെ ദുഃഖം വന്നത്? നമുക്ക് ദുഃഖം വരുന്നത് മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. ദുഃഖം വരുമോ ഇല്ലയോ? നമ്മെ നിന്ദിക്കുന്നവരെ ഒരു ശത്രുവല്ല, നമ്മുടെ സ്വന്തമായിരിക്കുന്നവര്, നമ്മുടെ ബന്ധുക്കളായിരുന്നവര്, നമ്മുടെ പ്രിയപ്പെട്ടവര്. ഒന്നുകൂടെ ഭാഷയെ പറഞ്ഞു, നമ്മുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ദൈവസഭയിൽ കടന്നു വരുന്നവര് നമ്മെ നിന്ദിക്കാൻ പോയാലത്തെ സിറ്റുവേഷൻ എന്നാലും ചോദിക്കും. കാണുമ്പോ ചിരിക്കുന്നില്ല, മുഖം മറച്ചു കളയുന്നു.
അവിടെ പറയുന്നത് എങ്ങനെയാണ്? നാമോ അവൻ അതിനിന്നതിനായിരുന്നു, കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കോണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം വന്നതാ, മുഖം മറച്ചു കളയുക, കാണുമ്പോൾ മുഖം മറച്ചു കളയുക. ഒരുമിച്ച് കാണുന്നവര്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവര്, സ്നേഹബന്ധത്തിൽ കഴിയുന്നവരാ, പക്ഷെ കാണുമ്പോൾ മുഖം മറച്ചു കളയുക, ആദരിക്കുന്നില്ല, ഒരു റെസ്പെക്ട് തരുന്നില്ല. നീ ആരാ, നീ വന്നോ പൊക്കോ എന്ന് പറയുന്ന രീതിയിൽ ഇത് നടക്കുക. അടുത്തത് പറയുന്ന നോക്ക്, ത്യജിക്കപ്പെട്ടു, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു. ഒരു കാര്യം നമ്മളോട് സംസാരിക്കില്ല. വീട്ടിനകത്തൊന്ന് ത്യജിക്കപ്പെട്ട സിറ്റുവേഷൻ നല്ല ചോദിക്കും. ഭർത്താവ് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട്, ഭാര്യയോട് ഒരു അക്ഷരം മിണ്ടില്ല, എന്താന്ന് പോലും പറയില്ല. അവിടെ റിജക്ഷൻ അവിടെ വരികയാണ്. ആ റിജക്ഷൻ വരുമ്പോ ദുഃഖം വരുമോ ഇല്ലയോ? ദുഃഖം വരും. നിന്ദിക്കപ്പെടുമ്പോ എല്ലാം കുറ്റം പറയാ, നീ ഒരുത്തി കാരണമാ, നീ ഒരുത്തം കാരണമാ, നിങ്ങളെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറഞ്ഞ് നിന്ദിക്കുക, ദുഃഖം വരുമോ ഇല്ലയോ? ഇതെല്ലാം എന്റെ യേശു സഹിക്കുക. എവിടെയാണെന്നറിയാമോ? ഈ ദർശനം കിട്ടുന്നത് എവിടെയാണെന്നറിയാമോ? കാൽവറി ക്രൂശില്ല. യശയ്യാ 53:1 വായിച്ചേ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെ. അവൻ എന്ന് പറഞ്ഞാൽ ആരാ? യേശു. അപ്പൊ യേശു ആണ് നിന്ദിക്കപ്പെട്ട ഈ അനുഭവം വന്നിരിക്കുന്നത്. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു എന്ന് അറിയുന്നത് കൊണ്ടാണ് പിതാവായ ദൈവം പുത്രനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത്. ഈ ആനന്ദ തൈലത്തിന്റെ അഭിഷേകം കിട്ടിയില്ലെങ്കിൽ ദൈവമക്കളെ നമ്മൾ ദുഃഖിതരാ. കൂട്ടുകാരെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ ലോക മനുഷ്യരെ പോലെ നമ്മൾ ദുഃഖിച്ചും സങ്കടപ്പെട്ടും വ്യസനിച്ചും ഒരു സന്തോഷം അനുഭവിക്കാതെ നമ്മുടെ ജീവിതം എഴഞ്ഞു വലിച്ചു നീങ്ങിപ്പോകും. ഇത് മാറ്റാൻ വേണ്ടി ആ കാൽവറി ക്രൂശിൽ യേശു മരിച്ചത്. അപ്പൊ അഭിഷേക തൈലം ആർക്കാ കിട്ടിയത്? യേശുവിനെ കിട്ടിയത്. യേശുവിന്റെ തലയിലാണ് വന്നിരിക്കുന്ന അഭിഷേക തൈലം. എന്നാൽ ഈ കാൽവറി ദർശനം പ്രാപിക്കുന്ന നമ്മൾ അപ്പം തുറക്കാനും വീഞ്ഞു കുടിക്കുകയും ചെയ്യുമ്പോ അവന്റെ രക്തത്തിനും അവന്റെ മാംസത്തിനും പങ്കാളിയാകുമ്പോ നമുക്ക് ലഭിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. കർത്തൃമേശ പങ്കെടുക്കുമ്പോൾ ഒരു അഭിഷേകം കിട്ടുന്നുണ്ട്. ആ അഭിഷേകത്തിന്റെ പേരാണ് ഗ്ലോറി, ആനന്ദ തൈലത്തിന്റെ അഭിഷേകം. ആ അഭിഷേകം കിട്ടിയാൽ നമ്മൾ കൂട്ടുകാരിൽ പരമായിട്ടുള്ള സന്തോഷം അനുഭവിക്കും. ഞാൻ എല്ലാവരും മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷിക്കുന്ന ഒരു മുഖം ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ആരെങ്കിലും അത്ര സന്തോഷത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ മുഖം നോക്കിയോ? ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങിപ്പോവാൻ ഓർത്തിട്ടിരിക്കുക, വ്യസനിച്ചിരിക്കുക. ഈ ചൂടും ഈ അന്തരീക്ഷത്തിൽ എന്ന് ഇറങ്ങി പോകാൻ ഒരു അവസരം കിട്ടിയാൽ മതി. ഡോക്ടർമാരുടെ ചടങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞ് അവസാനിപ്പിച്ചാൽ ഞങ്ങളങ്ങ് പൊക്കോളാന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ ഒരുക്കപ്പെട്ട ഹൃദയം കേട്ടോ. ദൈവമക്കളെ അങ്ങനെ ഇരിക്കുന്നതല്ല ദൈവമക്കൾ. സന്തോഷിക്കാൻ പറ്റണം. ദൈവമക്കളെ നമ്മൾ സന്തോഷിക്കുന്നവരാകണം, ആനന്ദിക്കുന്നവരാകണമെന്ന്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ റിജക്ഷൻ അനുഭവിച്ചു, വ്യസനം വന്നു, അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, രോഗം ശീലിച്ചു എന്ന് പറഞ്ഞ മാറാ രോഗങ്ങൾ, നാള് കുറെയായി കൊണ്ടു നടക്കുന്ന ഒരു രോഗം, സന്തോഷം പോയിന്നേ, ആനന്ദം പോയിന്നേ. ഇത് മാറ്റാനാ ദൈവം തന്റെ പുത്രനെ ആനന്ദകാലം കൊടുത്തിട്ട് ഈ ക്രൂശിലേക്ക് വിട്ടത്. ഈ ക്രൂശിനോട് നമ്മൾ അടുത്തു വരുമ്പോ, ഈ ക്രൂശിനെ നമ്മൾ ധ്യാനിക്കുമ്പോ അവന്റെ മാംസവും രക്തത്തിന്റെയും ഒരു കൂട്ടായ്മ നമ്മൾ പ്രാപിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? ഈ തൈലത്തിന്റെ അഭിഷേകം നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. മറ്റു രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ യേശു റിസീവ് ചെയ്തെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഇത് എളുപ്പമല്ല കിട്ടാൻ. അപ്പോ യേശു എനിക്ക് കിട്ടിയെന്ന് അവിടെ പറയുന്നുണ്ട്. നീ നീതിയെ ഇഷ്ടപ്പെട്ടു ഇടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ കൂട്ടുകാരിൽ പരമായ ആനന്ദതയിലും കൊണ്ട് അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞു. രണ്ട് കാര്യമാണ് അവിടെ പറഞ്ഞത്. യേശുവിന് ഇത് കൊടുക്കാൻ കാരണം വെറുതെ കൊടുത്തതല്ല. രണ്ട് കാര്യം പറഞ്ഞു. നീ നീതി ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ. ദൈവമക്കളെ നമുക്കും വേണം നീതി ഇഷ്ടപ്പെടണം. എന്താ നീതി എന്ന് പറഞ്ഞ? എന്താ ദൈവിക നീതി എന്ന് പറഞ്ഞ? ദൈവകൽപ്പനയോടുള്ള താല്പര്യം. ഒന്നും കൂടെ പറയുക, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആത്മീക താല്പര്യം നിന്നെ വർദ്ധിച്ചു വരികയും ആത്മീകമല്ലാത്തതിനോട് ഒരു വെറുപ്പും വിദ്വേഷം വരിക. അല്ലെങ്കിൽ പാപജീവിതത്തോട് എനിക്ക് ഈ ആത്മീയമല്ലാത്തത് വേണ്ട, എനിക്ക് ആത്മീയ ജീവിതം മതി, ആ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോയി എനിക്ക് നിത്യരാജ്യം വേണം, അതെന്റെ ആവശ്യം എന്നൊക്കെ ഒരു ചിന്ത വന്നാൽ ഈ അഭിഷേകതയിൽ കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. മറ്റൊന്ന് പറഞ്ഞു, കർത്തൃമേശയിൽ
വിശ്വാസത്തോടുകൂടെ കരം നീട്ടി ആ അപ്പവും ആ വീഞ്ഞും നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത്, അതിനോട് നമ്മൾ അടുത്തു വരുന്ന സമയത്ത് ഈ തൈലം നമുക്ക് കിട്ടും, ഈ അഭിഷേകം നമുക്ക് കിട്ടും. ഇന്ന് കത്രിമേശ എടുക്കുന്നത് എന്നും എടുക്കുന്ന പോലെ ആകരുത്. എനിക്ക് ഈ അനോയിന്റ്മെന്റ് വേണം അല്ലേ? ഈ അനോയിന്റ്മെന്റ്, ഈ ഓയിലിന്റെ ഒരു അഭിഷേകം എനിക്ക് വേണം. ഏതാ? എന്റെ അവസ്ഥ ഒന്ന് മാറണം, എന്റെ മൈൻഡ് ഒന്ന് മാറണം, ആനന്ദം അനുഭവിക്കണം എനിക്ക്. പരിശോധനൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമാണ്. ഒരു ദൈവമക്കൾ ഒരു സന്തോഷം അനുഭവിക്കുന്നില്ല. എല്ലാവരും വ്യസനിച്ച് നടക്കുക. എങ്ങനെയൊക്കെ ജീവിതം തള്ളി നീക്കി ഓരോ ദിവസം കഴിച്ചു കൂട്ടി ദൈവമക്കളെ എങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ വിശ്വാസം കൊണ്ട് എന്താ പ്രയോജനം? നമ്മുടെ കത്രിമേശ വെറുതെ ചടങ്ങ് പോലെ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? എടുത്തു, കഴിച്ചു, പോയി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആകരുത്. ഇതിലൊരു അനുഗ്രഹം കിടക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് കത്രിമേശ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് എനിക്കൊരു അഭിഷേകം കിട്ടണം. അതെനിക്ക് അത്യാവശ്യമായിട്ടിരിക്കുന്ന ഒരു അഭിഷേകമാണ്. അത് മറ്റൊന്നുമല്ല, ആനന്ദ തൈലത്തിന്റെ അഭിഷേകം. എന്റെ ദുഃഖം മാറണം, വ്യസനിച്ചിരിക്കുന്ന അവസ്ഥ മാറണം. ഞാൻ നിന്ദിക്കപ്പെട്ടെങ്കിലും അതെനിക്ക് നിന്നയായി തോന്നാതെ, ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തുവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്താൽ ജീവിതം വിജയിക്കുള്ളൂ. വീട്ടില് പ്രശ്നം വന്നു, ഭാര്യ ഭർത്താവും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു, സംസാരം മാറുക. പക്ഷെ അതിൽ ഒരാൾ തീരുമാനിക്കണം, ആരെങ്കിലും ഒരാളെങ്കിലും തീരുമാനിച്ചാൽ മതി. ഈ സിറ്റുവേഷനിൽ എന്റെ യേശു ആയിരുന്നെങ്കിൽ എന്തു പറയും? ശാസിക്കോ, മുഷിയോ, കോപിക്കോ? ഇല്ല, എന്റെ യേശു അങ്ങനെ പറയില്ല. യേശു ക്ഷമിക്കുന്നവനാ, വഹിക്കുന്നവനാ, സഹിക്കുന്നവനാ. ഞാൻ അതിന് തയ്യാറാവുക എന്ന് പറഞ്ഞ് ഒരു സബ്മിഷൻ നമുക്ക് വന്നാൽ പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഈ തിരുമേശയോട് അടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ഒരു മാതൃക വെച്ചേച്ചു പോയി. തന്നെ ശകാരിച്ചവരോട് പകരം ശകാരിക്കാതെ, ഭീഷണം പറയാതെ. ഒന്ന് ഓർത്തു നോക്കിയേ, ദൈവമക്കളെ ഒരു കാൽച്ചൂട് പുന്തിരിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനമെടുത്താൽ നമുക്ക് തിരുമേശയോട് വരുമ്പോ ഒരു വ്യത്യാസം വരും, ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. ഇത് നമുക്ക് സ്വാഭാവികമായി പറ്റില്ല. കോപിക്കുമ്പോ തിരിച്ചു കോപിക്കാനല്ലാതെ ആശ്വസിപ്പിക്കാനോ അല്ല, ഞാന് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മൗനമായിരിക്കാനോ നമുക്ക് പറ്റില്ല. സ്വാഭാവികമായിട്ട് നമുക്കതിന് കഴിയില്ല. പിന്നെ എന്ത് വേണം? അതെങ്ങനെ കിട്ടുന്നത്? ഒരു അഭിഷേകം കിട്ടിയേ പറ്റുള്ളൂ. ഈ നാളുകളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഒരു അഭിഷേകം വേണം. ആ അഭിഷേകം വേറൊന്നല്ല, ആനന്ദ തൈലത്തിന്റെ അഭിഷേകം. ഞാൻ എന്റെ വാക്കുകളെ പെട്ടെന്ന് ചുരുക്കാൻ പോവുക. അവിടെ പറയുകയാണ്, യേശുവിൽ പകരപ്പെട്ട ആനന്ദ തൈലത്തിന്റെ അഭിഷേകം. ഇന്ന് കത്രിമേശ എടുക്കുന്ന സമയത്ത് വിശ്വാസത്തോടെ, കർത്താവേ, അങ്ങ് കാൽവറിയിൽ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായിരുന്നു, രോഗശീലിച്ചവനായിരുന്നു, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അതിനിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. ഇതെല്ലാം എന്റെ ജീവിതത്തിലുണ്ട്. കർത്താവ്, എന്നെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ നിന്ദിക്കപ്പെടുന്നു, വ്യസനപാത്രമായിരിക്കുന്നു, രോഗം എന്നിൽ നിന്ന് മാറിപ്പോകുന്നില്ല, ദുഃഖം മുഴുവൻ നിൽക്കുക. കർത്താവെ, ഇത് മാറ്റാൻ പിതാവായ ദൈവം പുത്രന് കൊടുത്ത ആനന്ദ തൈലത്തിന്റെ അഭിഷേകം ഞാൻ പുത്രനോട് ചേർന്ന് ആ കൂട്ടായ്മ ആചരിച്ച് ആ കൂട്ടായ്മയിൽ ഞാൻ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമേ, എന്നെ സഹായിക്കണമെന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഈ ദിവസം തൊട്ട് ഈ കർത്തവ്യ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഹൃദയത്തിൽ ഒരു ആനന്ദം വരാൻ പോവുകയാണ്. നമ്മുടെ സ്പിരിച്വൽ അനുഭവം ഒന്ന് മാറാൻ പോവുകയാണ്. നമ്മുടെ മാനസിക സ്ഥിതിക്ക് ഒരു മാറ്റം വരാൻ പോവുകയാണ്. വിശ്വസിക്കാമോ? അങ്ങനെയാണെങ്കിൽ തിരുമേശ ഒരു പ്രയോജനമുള്ളതാ. കർത്താവേ, ഈ തിരുമേശ എനിക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഇതെന്തൊരു അനുഗ്രഹമായി മാറാം. എന്റെ ദുഃഖങ്ങൾ മാറി, എന്റെ കഷ്ടങ്ങൾ മാറി, എന്റെ ക്ലേശങ്ങൾ മാറി, അങ്ങിലൊന്ന് ആനന്ദിക്കുവാൻ എന്റെ കൂട്ടുകാര് പറയണം, നീ എന്താ ഇങ്ങനെ സന്തോഷിക്കുന്നത്? നിനക്കെങ്ങനെ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്? നിനക്കെന്താ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നതെന്ന് കൂട്ടുകാര് പറയത്തക്കവണ്ണം കൂട്ടുകാര് പരമായി
ആനന്ദം അനുഭവിക്കുന്നവരായി മാറുവാൻ സർവ്വക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.